പണം നിങ്ങളെ വിട്ടുപോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഉള്ളിലെ അബൻഡൻസ് ഫീലിങ്സ് ആണ് നമ്മളെ വിട്ടുപോകുന്നത് എന്നൊന്ന് മനസ്സിലാക്കുക. കാരണം ഇത് ഓർമ്മിക്കേണ്ട കാര്യം, പണം ആദ്യം കയ്യിൽ വരുന്നില്ല. പണം ആദ്യം വൈബ്രേഷനിലേക്കാണ് വരുന്നത്, നമ്മുടെ ഫീലിങ്സിലേക്കാണ് പണം വരുന്നത്. വൈബ്രേഷൻ അതിനുവേണ്ടി തയ്യാറായില്ലെങ്കിൽ പണം വന്നാലും നിൽക്കില്ല എന്നുള്ള സത്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പലർക്കും പണം വന്നാൽ സന്തോഷമല്ല ഉണ്ടാകുന്നത്, പകരം ഭയമാണ്. ഓ, ഇതെന്തിനു തികയും, ഇതൊന്നും പോരല്ലോ, എനിക്ക് ഇനിയും വേണമല്ലോ, അയ്യോ ഇതൊന്നും തികയത്തില്ലെന്നേ എന്ന് പറയും. ഇത് പോരാ എന്നുള്ള ഒരു ചിന്ത. ഓ, ഇനി എന്തൊക്കെ എക്സ്പെൻസ് വരുമോ, എന്തൊക്കെ ചിലവുകൾ വരുമോ എന്ന്. പണം കയ്യിൽ വരുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് ചിലവിനെ പറ്റിയിട്ടാണ്. അയ്യോ ഇതിപ്പോൾ അവിടെ കൊടുത്തു അല്ലേ. 10,000 രൂപ വരുമ്പോൾ ആദ്യം കണക്കൂട്ടും, ഷൂ 10,500 വേണം, തികയില്ല, പോരാ കേട്ടോ. പിന്നെ അപ്പം അടുത്ത ചിന്ത എന്താണ്, വരുന്നത് പോലെ പോവും, ഇതും പോവും അല്ലേ. കുറച്ചും കൂടി വലിയ രീതിയിൽ ചിന്തിച്ചാൽ അപ്പം അടുത്ത് ചിന്തിക്കും ആൾക്കാർ, ഇതൊന്നും മാനേജ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ലെന്നേ. പണം വന്നപ്പോൾ നിങ്ങൾ ഭയത്തോടെയാണ് നോക്കിയാൽ പണം നിങ്ങളുടെ ജീവിതത്തിൽ സുരക്ഷിതമായി നിൽക്കില്ല എന്ന് മനസ്സിലാക്കണം. നോക്കൂ, ഭയമുള്ള വീട്ടിൽ പണം അതിഥിയാകും, നന്ദിയുള്ള വീട്ടിൽ പണം താമസക്കാരനാകും. നിങ്ങൾ ഏത് വീടാണ് നിങ്ങൾ നിർമ്മിച്ചത്? ഭയമുള്ള വീടാണ് നിങ്ങൾ നിർമ്മിച്ചെങ്കിൽ പണം വരും, അതുപോലെ അങ്ങ് പോകും. നിങ്ങൾ നന്ദിയുള്ള ഗ്രാറ്റിറ്റ്യൂഡുള്ള വീടാണ് നിങ്ങളുടെ എങ്കിൽ അവിടെ പണം നിങ്ങളുടെ കൂടെ താമസക്കാരനാകി മാറും. ഇത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ വീട്ടിൽ എല്ലായ്പ്പോഴും ടെൻഷൻ, വഴക്ക്, കുറ്റപ്പെടുത്തൽ, എന്താ പറയുക, മൗനം, അടി പിടി ബഹളങ്ങൾ എന്നൊക്കെയാണെങ്കിൽ അവിടെ ശാന്തത ഉണ്ടാവില്ല. ശാന്തത ഇല്ലാത്തടത്ത്, ശാന്തമായി നിൽക്കുന്നിടത്ത് മാത്രമേ പണം നിൽക്കുള്ളൂ എന്നുള്ളത്. പണത്തിൻ്റെ വൈബ്രേഷൻ ശാന്തതയാണ്, അത് വളരെ ഹൈ വൈബ്രേഷനാണ്, അത് പീസ് ഓഫ് മൈൻഡാണ്, ശാന്തമായി സൈലൻ്റ് ആണ് ഇതിന് ഇഷ്ടം. അതുകൊണ്ട് നിങ്ങൾ നോക്കിയാൽ മതി, പണക്കാരായിരിക്കുന്ന ആൾക്കാരുടെ വീട്ടിലൊക്കെ സൈലൻസ് ആയിരിക്കുമെന്നേ. സൈലൻസ് എന്ന് പറയുന്നത് നിശബ്ദത എന്നല്ലേ ഉദ്ദേശിക്കുന്നത്, ഹാപ്പിനെസ്. ഇതാണ് പണം. സമാധാനം ഇഷ്ടപ്പെടുന്നു. പണത്തിന് നന്ദിയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. പണം സുരക്ഷിതമായ എനർജിയാണ് ഇഷ്ടപ്പെടുന്നത്. നിങ്ങളിൽ അതുണ്ടോ? നിങ്ങൾ ദിവസവും പറയാറുള്ള കാര്യം, പണം വന്നാൽ ഉടനെ പോകട്ടോ. ഓ, എനിക്ക് സേവിങ്സ് ഒന്നും ഉണ്ടാവാറില്ലെന്നേ. ഞാനൊരു ഭാഗ്യം കെട്ട ആളാണ്, ഞങ്ങളുടെ വീട്ടിൽ പണം നിൽക്കത്തില്ല. എത്രയോ ആൾക്കാർ എന്നോട് പറഞ്ഞു, സാറേ എന്ത് ചെയ്തിട്ട് അറിയാം, ഞങ്ങളുടെ വീട്ടിൽ പണം നിൽക്കത്തില്ല. പണം എന്താ കൈയും കാലം വെച്ച് പോകണില്ലല്ലോ, നിങ്ങൾ ഓടിച്ചു വിടുന്നതാണ്. അപ്പം ഇത് വെറും വാക്കുകളല്ല, അവ നമ്മുടെ ജീവിതത്തിലെ മണി ലീക്കേജിങ് കമൻസുകളാണ് എന്നതാണ്. ഇപ്പോൾ ഒരു ബക്കറ്റ് വെള്ളം നിറക്കുമ്പോൾ അതിൻ്റെ താഴെ ഹോളുകൾ ഉണ്ടായാൽ എന്തായിരിക്കും സംഭവിക്കുക? ഒരിക്കലും ആ ബക്കറ്റ് നിറയത്തില്ല, അതിങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അതുപോലെയാണ് ഇൻകം കൂടിയതുകൊണ്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ വാക്കുകളിൽ ദാരിദ്ര്യം നിറയുന്നുണ്ടെങ്കിൽ പണം ഒരിക്കലും കുമ്പാരമാകില്ല എന്ന് തിരിച്ചറിയുക. അപ്പോൾ ഒരു കാര്യം ഞാൻ കൃത്യമായി പറഞ്ഞു പോട്ടെ. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ ഒരു തിരിച്ചറിവിലേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷേ റിസീവിംഗ് ബ്ലോക്ക്, ഫിയർ ബ്ലോക്ക്, മണി ബ്ലോക്ക്സ്, ലീക്കേജ് ബ്ലോക്ക്, ഫാമിലി വെൽത്ത് പാറ്റേൺസ്, അബൻഡൻസ് പ്രോഗ്രാം, ഇതെല്ലാം ആഴത്തിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ കൊണ്ടൊന്നും സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് മാനിഫെസ്റ്റ് വിത്ത് ദിനേശ് മുങ്ങത്തലെ മാനിഫെസ്റ്റേഷൻ കോഴ്സുകൾ ഒരുപാടുണ്ട്. അതിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള കോഴ്സുകൾ ചോദിച്ച് വാങ്ങുക, എന്നിട്ട് പ്രോഗ്രാം ചെയ്യുക. പഠിച്ച് നിങ്ങളെ അബൻഡൻസ് മാറണം. നമ്മൾ ഒരു വീഡിയോ കൊണ്ടൊന്നും നമുക്ക് ഒരുപടിയില്ല, 10 വീഡിയോ കൊണ്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാത്തടത്തോളം മാറ്റം ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രാക്ടീസിന് വേണ്ടി കോഴ്സുകൾ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ വെറും കോഴ്സുകളായിട്ട് എടുത്തിട്ട് കാര്യമില്ല, ഇത് നിങ്ങളുടെ പഴയ എനർജി സ്റ്റോറി മാറ്റാനുള്ള ഒരു ഗൈഡഡ് ജേണിയാണ് ഞാനിവിടെ നൽകുന്നത്. ഞാൻ കോഴ്സുകൾ തന്നതൊക്കെയല്ല, കൃത്യമായ പ്രാക്ടീസുകളാണ് നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ നാം അവിടെ ആഴത്തിലുള്ള കാര്യങ്ങൾ പഠിക്കണം. എന്തുകൊണ്ട് പണം വന്നാൽ നിൽക്കുന്നില്ല, നിങ്ങളുടെ ഉള്ളിലെ മണി ഫിയർ എന്തൊക്കെയാണ് എന്നുള്ളത്, നിങ്ങളുടെ വീട്ടിലെ വെൽത്ത് വൈബ്രേഷൻ എന്താണ്, എങ്ങനെ മാറ്റും എന്നുള്ളത്, നിങ്ങൾ അബൻഡൻസ് റിസീവ് ചെയ്യാൻ ഉള്ളിൽ തയ്യാറായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ടെസ്റ്റുകൾ നടത്തണം. നമ്മുടെ ഫ്രീക്വൻസി ടെസ്റ്റുകൾ നമുക്ക് നടത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മണി ലൈഫ് സീരിയസ് ആക്കി മാറ്റണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കോഴ്സുകൾ ജോയിൻ ചെയ്യാം, മറ്റ് പ്രോഗ്രാമുകളിലേക്ക് നിങ്ങൾ കടക്കാം.